ആരോഗ്യമുള്ള ശരീരവും മനസ്സും വീണ്ടെടുക്കാം എന്ന സന്ദേശം ഉയർത്തി ജൂൺ 21 യോഗാ ദിനമായി ആചരിച്ചു. എല്ലാ വർഷവും ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 മുതലാണ് യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും വീണ്ടെടുക്കുക എന്ന സന്ദേശമുയർത്തി ജൂൺ 21 യോഗാ ദിനമായി ആചരിച്ചു. യോഗ എന്ന വ്യായാമ രീതി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. യോഗാഭ്യാസം വ്യായാമ മുറയ്ക്കപ്പുറം ഒരു ജീവിതചര്യയാണ്. യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നത്. ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിത്യപരിശീലനത്തിലൂടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്ത സാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന വ്യായാമ മുറയാണ് യോഗ. യോഗ അഭ്യസിക്കുന്നതിലൂടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് സാധിക്കും. ഏറ്റവും സങ്കീർണമാംവിധം വളയുകയും പിരിയുകയും നിവരുകയും ചെയ്യുന്ന വെറുമൊരു ശാരീരിക വ്യായാമ മുറയാണ് യോഗയെന്ന് പലരും ചിന്തിക്കാറുണ്ടെങ്കിലും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്ത സാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങൾ കൂടിയാണിത്. വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശരിയായ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ അവിശ്വസനീയമാം വിധം പ്രയോജനകരമാണ്. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.